കേന്ദ്രഭരണ പ്രദേശമായതിനാൽ വാഹന രജിസ്ട്രേഷനുള്ള നികുതിയിലെ ഇളവാണ് ഉടമകളെ പുതുച്ചേരിയിലേക്ക് ആകർഷിക്കുന്നത്. തദ്ദേശീയരാണെന്ന് തെളിയിക്കാൻ കൃത്രിമ രേഖകളും ഹാജരാക്കുന്നു. ഇത്തരത്തിൽ കോടികളുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നത്. ഇത് തടയാനായി കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ RTOമാർക്കും ജോയിന്റ് RTOമാർക്കും നിർദ്ദേശം നൽകി. പുതുച്ചേരിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും രജിസ്റ്റർ ചെയ്ത് സംസ്ഥാനത്തോടുന്ന വാഹനങ്ങളുടെ ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് ഹിയറിംഗ് നടത്തുന്നുമുണ്ട്. സംശയം തോന്നുന്ന വാഹനങ്ങളുടെ മുഴുവൻ രേഖകളും ഹാജരാക്കാനും ഉടമകളോട് ആവശ്യപ്പെടും. ഇതിനകം പരിശോധന നടത്തിയ പല വാഹനങ്ങളുടെയും രജിസ്ട്രേഷനായി ഉപയോഗിച്ചിരിക്കുന്ന രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത ടൂറിസ്റ്റ് ബസ്സുകളും ആഡംബര വാഹനങ്ങളുമാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത്. കൃത്രിമ രേഖകൾ ചമച്ച വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പിഴ ഉൾപ്പെടെ നികുതി അടയ്ക്കാനുള്ള സാവകാശം നൽകുന്നുണ്ടെങ്കിലും ഉടമകൾ ഇതിന് തയ്യാറായില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ക്രിമിനൽ കേസിലുള്ള നടപടിക്രമം സ്വീകരിക്കാനും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടി കർശനമാക്കുന്നതിലൂടെ നികുതി വെട്ടിപ്പ് ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കരുതുന്നത്. PL കിരൺ, മീഡിയ 1, കോട്ടയം.